അപ്പോൾ നമുക്ക് ഇനി വേറെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞ പോലെ ഹായ്, വെൽക്കം ടു എൻട്രിയൽ. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് വേദിക് മാത്സിന്റെ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസിൽ സ്ക്വയർ, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേദിക് മാത്സിന്റെ ഈ ഒരു സീരീസ് ഇപ്പം പഠിച്ചു തുടങ്ങിയവർക്കും അതുപോലെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടാണ്. നല്ലൊരു സ്റ്റാർട്ടാണ്. ലൈക്ക് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽക്കുലേഷനും ആ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ആയാലും ശരി, ബാക്കിയുള്ള നമ്മുടെ കാൽക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇനിയും ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ, മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ റിമൈനിങ് സീരീസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിന് മുമ്പുള്ള സീരീസിൽ നിങ്ങൾക്കറിയാം, സ്ക്വയർ കണ്ടു, സ്ക്വയർ റൂട്ട് കണ്ടു, ക്യൂബ് റൂട്ട് കണ്ടു. അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടുന്ന് ആ ഒരു വീഡിയോസ് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഈ ഒരു സെഷൻ തൊട്ട് മുമ്പിലോട്ട് നമ്മൾ വേരിയസ് ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ്, അഡീഷൻ ട്രിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരെ സെഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എടുക്കാനൊക്കെ അറിയാം. ഇപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എത്ര വലിയ നമ്പർ ആണെങ്കിലും സ്ക്വയർ ഒക്കെ എടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ കാൽക്കുലേഷൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ക്വയർ ആണ് 5ൽ തീരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ, സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എൻഡിങ് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ച മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടി, എന്തുകൊണ്ടാണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ 5ൽ എൻഡ് ആവുന്ന നമ്പേഴ്സിന്റെ ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചുകൂടി വളരെ പെട്ടെന്ന് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പഠിച്ച ട്രിക്ക് പോലും ഉപയോഗിക്കാതെ കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രിക്കാണ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷോർട്ട് കട്ടിലേക്ക് കടക്കാം. ഈ സെഷനിലെ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5, നമ്മുടെ 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ എൻഡിങ് വിത്ത് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും 15ന്റെ സ്ക്വയർ നല്ലപോലെ അറിയായിരിക്കും. 15ന്റെ സ്ക്വയർ, നമ്മുടെ 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ 225 ആണ് നമ്മുടെ 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 5ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സ്ക്വയറിന്റെ അവസാനം 25 ഉറപ്പായിട്ടും വരും. ഓക്കെ, ഏതൊരു 5 അവസാനിക്കുന്ന നമ്പർ ആണെങ്കിലും അതിന്റെ സ്ക്വയർ എടുത്താൽ അതിന്റെ അവസാനം ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 25 ആയിരിക്കും. 25ൽ അവസാനിക്കത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ നമ്മളപ്പം ഫോക്കസിന്റെ ഒരേ ഒരു നമ്പർ മാത്രമാണ് അതിന്റെ മുമ്പിൽ വരുന്ന നമ്പർ. ആ 25ന്റെ മുമ്പിൽ വരുന്ന നമ്പർ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. ആ നമ്പർ സ്ക്വയർ മൊത്തത്തിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ആ മുമ്പിൽ വരുന്ന ആ നമ്പർ വരുന്നതെന്ന് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ 1 ആ ഉള്ളത്. ഈ 1നെ നമ്മൾ തൊട്ടടുത്ത നമ്പർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, 1 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു 2 വരുന്നത്. അതേപോലെ ഇപ്പൊ നമ്മൾ അടുത്തൊരു നമ്പറിന്റെ സ്ക്വയർ നമുക്ക് നോക്കാം. നമുക്ക് നല്ലപോലെ അറിയാവുന്ന നമ്പറിന്റെ 25യുടെ സ്ക്വയർ. 25യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്ന് പറയുന്നത് നമ്മുടെ 625 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 5ൽ അവസാനിക്കുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് സ്ക്വയർ അവസാനിക്കുന്ന ഏതിലായിരിക്കും? 25ലായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് മാത്രം ഫോക്കസ് ചെയ്യുക? 6 മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. എങ്ങനെ ആയിരിക്കണം ആ 6 വരുന്നത്? നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ തൊട്ട് മേളിൽ കണ്ട പോലെ ആ 2 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ, അടുത്ത നമ്പർ, നേരത്തെ നമ്മൾ മുകളിൽ 1 ഇൻറ്റു അടുത്ത നമ്പർ 2, 1 ഇൻറ്റു 2 2 എന്ന് കണ്ട് ഇവിടെ ഇപ്പൊ 2 വന്നപ്പോൾ 2 ഇൻറ്റു 3, 2 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ 2 ഇൻറ്റു 3 6 വന്നു. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ മുമ്പിലുള്ള നമ്പറിന്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് മുമ്പിലോട്ട് അങ്ങ് എഴുതിയാൽ പോരെ. എന്നിട്ട് അതിന്റെ കൂടെ 25 ഇട്ട് കൊടുത്താൽ പോരെ, നമുക്ക് ഈ പറഞ്ഞ നമ്പർ കിട്ടാൻ വേണ്ടി, സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് വിത്ത് 5 കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നമ്പേഴ്സ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്താലോ. ഇപ്പൊ നമ്മൾ 35യുടെ സ്ക്വയർ എടുക്കുക. 35യുടെ സ്ക്വയർ എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 3 ഇൻറ്റു നമ്മുടെ ഈ 3 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 3 ഇൻറ്റു അടുത്ത നമ്പർ 3 ഇൻറ്റു 4 എത്ര വരും? 12 എന്ന് വരും. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി? 25 ഇട്ട് കൊടുത്താൽ പോരെ. വേണമെങ്കിൽ 1 2 2 5 എന്ന് വളരെ പെട്ടെന്ന് ആൻസർ വരത്തില്ലേ? അതേപോലെ അടുത്ത അങ്ങനെ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ഒന്ന് എഴുതി നോക്കാം. ഇപ്പൊ 45യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന്ന് നമുക്ക് 4 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ
4 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ചെയ്ത് 5 അല്ലേ? അപ്പൊ 4 ഇൻറ്റു 5 20 എന്ന് വരും. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ഇട്ട് കൊടുക്കുക? 25 ഇട്ട് കൊടുക്കുക. അപ്പൊ 2025 2025. അടുത്ത 55 സ്ക്വയർ. 55 സ്ക്വയർ എന്ന് പറയുമ്പോൾ അഗെയിൻ നമ്മൾ ആ മുമ്പിൽ വന്ന 5 ആണ്. സോ നമ്മൾ അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 5 എന്ന് കയറി എടുക്കില്ല. 5 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. അപ്പൊ 5 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ 5 ഇൻറ്റു 6 5 ഇൻറ്റു 6 30യും പിന്നെ അതിനുശേഷം അതിൻ്റെ കൂടെ 25 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3025. അപ്പൊ 4 ഇൻറ്റു 5 20 25. 5 ഇൻറ്റു 6 30 25. ഇനി അടുത്ത 65 എടുക്കാം. 65 സ്ക്വയർ. അപ്പൊ 65 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 7. അപ്പൊ 6 7s are 42. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? ആ 25 ഇട്ട് കൊടുത്തപ്പോൾ 4225. അതേപോലെ അടുത്ത നമ്മുടെ 75 സ്ക്വയർ. 75 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ 7 ഇൻറ്റു 8 7 ഇൻറ്റു 8 56. പിന്നെ അതിനുശേഷം ജസ്റ്റ് 25. അപ്പോൾ 5625. അടുത്ത നമ്മുടെ 85 സ്ക്വയർ. 85 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ 8 എടുത്തിട്ട് 8 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. അപ്പോൾ 8 ഇൻറ്റു 9. അപ്പോൾ 8 ഇൻറ്റു 9 72. ദെൻ അതിൻ്റെ കൂടെ ജസ്റ്റ് 25. അടുത്ത 95 സ്ക്വയർ. അപ്പൊ 95 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. അപ്പൊ 9 ഇൻറ്റു 10 9 ഇൻറ്റു 10 90. അതിനുശേഷം 25. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 100 അടുപ്പിച്ചെത്തി. നമുക്ക് 100 ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 105 സ്ക്വയർ. അപ്പൊ 105 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ 10 ഇൻറ്റു അപ്പൊ നമുക്ക് ഇനി ആ 10 ആണ് വേണ്ടി. അപ്പൊ 10 ഇൻറ്റു അടുത്ത നമ്പർ 10 ഇൻറ്റു 11 110 ആൻഡ് ദെൻ 25. നോക്കിയേ ആൻസർ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്ത ട്രൈ ചെയ്യാം. 115 സ്ക്വയർ. അങ്ങനെ ആ 11 ഇൻറ്റു അടുത്ത നമ്പർ 11 ഇൻറ്റു 12 11 ഇൻറ്റു 12 132. പിന്നെ അതിനുശേഷം 25. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതിക്കൊണ്ടേയിരിക്കാൻ പറ്റും. നമ്മൾ നോക്കിയാൽ ഇപ്പൊ അവസാനം വന്ന് നിന്ന സ്ക്വയറും 5 ഡിജിറ്റ് നമ്പറിലാണ് വന്ന് നിന്ന് 115 സ്ക്വയർ 13225. ഓക്കെ, അത്രയും വലിയ നമ്പർ വരെ വന്നു. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഈ പറയുന്ന 5-ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് വന്ന അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞൊരു ഐഡിയ, ഈ പറഞ്ഞൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് നമ്പേഴ്സിനെയും 5-ൽ അവസാനിക്കുന്ന നമ്പേഴ്സിനെയും സ്ക്വയർസ് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എന്താ പറയുക, വളരെ വളരെ യൂസ്ഫുൾ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എന്താ വളരെ അധികം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നൊരു സംഭവം കൂടിയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വളരെ നല്ലപോലെ ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവത്തിന്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ലപോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വേറെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ 5-ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു നമ്പറിനെ 5 കൊണ്ട് എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് എഗെയിൻ നോക്കാം. ബിക്കോസ് അത് വളരെ യൂസ്ഫുൾ ആണ്. എഗെയിൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സിൽ ഒരുപാട് ട്രിക്സ് ഉണ്ടെങ്കിലും ലൈക്ക് അൺലിമിറ്റഡ് ട്രിക്സ് ഉണ്ടെങ്കിലും വളരെയധികം ആവശ്യം വരുന്ന ട്രിക്സ് ആണ് ഈ 5-ന്റെ മൾട്ടിപ്ലിക്കേഷൻ. 5-ൽ അവസാനിക്കുന്ന സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് എടുക്കാം. 11-ന്റെ മൾട്ടിപ്ലിക്കേഷൻ, 9-ന്റെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ വരുന്ന കുറെ 9-ന്റെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ വരുന്ന കുറേ ചില ഇമ്പോർട്ടന്റ് ട്രിക്സ് ഉണ്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലപോലെ ഈ സെഷനിലും ഇനി വരാതിരിക്കുന്ന സെഷനിലുമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക്. നമ്മുടെ 5-ന്റെ ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് 5. 5 കൊണ്ട് ഒരു നമ്പറിനെ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള ട്രിക്ക്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 നമുക്കൊന്ന് മനസ്സിലാക്കാം. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിന്റെ അടിയിൽ നമ്മുടെ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി നമ്പർ വിത്ത് 5. 5 കൊണ്ട് എങ്ങനെ ഒരു നമ്പറിനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നമ്പർ എടുത്ത് ആദ്യം അത് എങ്ങനെ വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ബിക്കോസ് നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി അത് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെ വരുന്നതെന്ന് കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതിയെടുക്കാനൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നല്ല ഒരു പരിചയമുള്ള നമ്പർ എടുക്കാം. 12 ഇൻറ്റു 5. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ ആ എഴുതിയേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. നമ്മൾ ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആ നമ്പറിന്റെ ഹാഫ് അല്ലേ നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്? നമുക്ക് ആ 12-ന്റെ ഹാഫ് അല്ലേ ആ 6 എന്ന് പറയുന്നത്? എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 0 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 5-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ പകുതി എടുത്ത് അങ്ങ് എഴുതുക. ഓക്കെ, ആ നമ്പറിന്റെ ഹാഫ് അങ്ങ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു 0 ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബാക്കി നമ്പേഴ്സിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ബാക്കി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പറിനെ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്തും കൊണ്ടുപോകാം. ഇപ്പം ഞാൻ 84 ഇൻറ്റു 5 എടുക്കാം.
84 into 5 എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പറഞ്ഞല്ലോ 84ന്റെ ഹാഫ് എടുക്കുക. 8ന്റെ ഹാഫ് 4, 4ന്റെ ഹാഫ് 2. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. 420 കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തൊരു നമ്പർ എടുക്കാം. നമുക്ക് 2 നമുക്ക് നമ്പർ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാം. 264 into 5. അപ്പോൾ അതിന്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ 1, 3, 2. 2യുടെ ഹാഫ് 1, 6ന്റെ ഹാഫ് 2, 3, 4യുടെ ഹാഫ് 2. പിന്നെ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. 1320 കഴിഞ്ഞു. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ നമ്പേഴ്സിന്റെ ഇതേപോലെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് അത് കാൽക്കുലേഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇനി നമ്പറിന്റെ ലെവൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഓരോ നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അപ്പൊ 5764 into 5. അപ്പൊ അഗൈൻ നമുക്ക് അതിന്റെ ഹാഫ് എടുക്കാം. അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ ഓരോ ഡിജിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം 2 എന്ന് വരും. പിന്നെ 17 നമുക്ക് 8 എന്ന് വരും. പിന്നെ 16 നമുക്ക് അഗൈൻ 8 എന്ന് വരും. പിന്നെ 4 ആയതുകൊണ്ട് നമുക്ക് 2 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. നോക്കിയേ 28820. അപ്പോൾ നോക്കിയാൽ 5 ഡിജിറ്റിന്റെ ആൻസർ കൂടിയാണ് അത്. നോക്കിയേ അപ്പോൾ വളരെ ഈസി ആയിട്ട് അത് എടുക്കാനും പറ്റും. ഒരു കുഴപ്പമില്ല. നമുക്ക് ആ നമ്പറിന്റെ ഹാഫ് എടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യണം. നോക്കിയാൽ അത് നമുക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ആ നമ്പറിന്റെ പകുതി എടുക്കുക എന്നുള്ള ഒരു ആംഗിൾ ആലോചിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സൈഡിൽ പോകല്ല. നോക്കിയാൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നോക്കി തന്നെ എടുക്കണം. നോക്കിയേ അങ്ങനെ ഹാഫ് എടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ അതൊരു 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. കഴിഞ്ഞു. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് അത് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് അടുത്ത ഇനി നമ്പറിന്റെ ലെവൽ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാം. 9136 5 ഡിജിറ്റ് നമ്പർ into 5. ഇനി അതിന്റെ ഹാഫ് ഒന്ന് എടുക്കാം. അപ്പൊ 4, 11 എന്ന് പറയുമ്പോൾ 5, 13 എന്ന് പറയുമ്പോൾ 6, 18 എന്ന് പറയുമ്പോൾ 16 എന്ന് പറയുമ്പോൾ നമുക്ക് 8, പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഒരു 8 ഉണ്ട്. സോ അതിന് 4 ആൻഡ് പിന്നെ എന്ത് ചെയ്യുക? ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ 456840 456840 നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ആൻസർ വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ പിന്നെയും 6 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ആൻസർ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കിയാലോ? ഒന്നുകൂടി വലിയൊരു നമ്പർ ചെയ്ത് നോക്കാം. 84848 into 5. ഒരുപാട് വലിയ നമ്പേഴ്സിലേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ ആൻസേഴ്സ് ഒക്കെ തന്നെ മോസ്റ്റ്ലി 5 ഡിജിറ്റോ 6 ഡിജിറ്റ് ഒക്കെ മാക്സിമം വരാറുള്ളൂ. അപ്പൊ അതും റയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുകൂടി ഒന്ന് സോൾവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ ഈസി ആണ് അല്ലെ? 4242 പിന്നെ എന്ത് ചെയ്താൽ മതി? ഒരു 0. അപ്പൊ 424240 ആൻസർ. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് ഒരു നമ്പറിനെ 5 കൊണ്ട് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള നമ്പേഴ്സ് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും എടുക്കാൻ ഈസിയാ. പക്ഷെ ചിലപ്പം പിന്നെ ആൾക്കാർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന നല്ല ഈവൻ നമ്പേഴ്സ് എഴുതിയേക്കുന്നത്. അപ്പൊ ചിലർക്കെങ്കിലും ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ ചെറിയൊരു ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓഡ് നമ്പർ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ ആദ്യം നമുക്കൊന്ന് പറയാം. ഓഡ് നമ്പർ വെച്ച് ഇപ്പോൾ നമ്മൾ 12 into 5 പറഞ്ഞാൽ ഇപ്പൊ 13 into 5 പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 13 into 5 എത്രയാണ്? 65 ആണ്. ഇനി നമ്മൾ അവിടെ ഒന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. നമ്മൾ ഇപ്പം 5നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തേ ആ നമ്പറിന്റെ പകുതി നമുക്ക് അവിടെ വന്നിട്ടുണ്ട് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ 13ന്റെ പകുതി 6.5 ആ 6.5 അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? ഈ പകുതി എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. 0 കൂടി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മൾ ഇതിന്റെ ഹാഫ് എടുക്കുമ്പം നമുക്ക് എന്ത് വരും? ഈ പറഞ്ഞ 6.5 എന്ന് വരും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ 0 കൂടി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഹാഫ് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ ആലോചിക്കുക ഡെസിമൽ അങ്ങ് പോകത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് എന്താ? ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതിന്റെ ഹാഫ് എടുക്കുക. പക്ഷെ അതിന്റെ ഹാഫ് എടുത്തതിന് ശേഷം എന്ത് എഴുതാൻ നിൽക്കണ്ട. ആ ഡെസിമൽ ആയ 0.5 എഴുതണ്ട. ആ പോയിന്റ് ഇടണ്ട. നേരെ അങ്ങ് 5 അങ്ങ് എഴുതിയാൽ മതി. നോക്കിയേ അവിടെ 13ന്റെ പകുതി 6.5 എന്ന് വരും. നമ്മൾ ആ 6.5 എഴുതി. എന്നിട്ട് അതിന്റെ കൂടെ 0 ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെസിമൽ അങ്ങ് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 13ന്റെ ഹാഫ് എടുക്കുക 6.5. പക്ഷെ ആ പോയിന്റ് ഇടണ്ട. നേരെ 65 അങ്ങ് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഓഡിന്റെ കേസ്. അപ്പൊ ഓഡിന്റെ കേസ് വരുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് വരുന്നത്. ഇപ്പൊ ഈവൻ കേസ് വരുമ്പോൾ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. പെട്ടെന്ന് ഹാഫ് എടുക്കാനും പറ്റും. പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ ആൻസർ മാർക്ക് ചെയ്യാനും പറ്റും. പക്ഷെ ഓഡിന്റെ കേസ് വരുമ്പോൾ പലർക്കും ഹാഫ് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് കട്ടിലേക്ക് വരുമ്പോൾ പലരും ഈ പറഞ്ഞ ഇവിടെ കൺഫ്യൂസ് ആവാറുണ്ട്. ഇത് ഒരു വട്ടമെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ അതുകൂടി ഒന്ന് സെപ്പറേറ്റ് പറയാം എന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇപ്പോ 83 into 5 എടുക്കാം. ഇപ്പൊ 83 into 5 എന്ന് പറയുമ്പോൾ നമ്മൾ ആ 83യുടെ ഹാഫ് എടുക്കുക. 83യുടെ ഹാഫ് എത്ര വരും? നമുക്ക് 8ന്റെ ഹാഫ് 4 എന്നും 3യിൽ നമ്മുടെ 2 ഒരു വട്ടം പോവും. അതിനുശേഷം നമുക്ക് ആ ഒരു 1 അത് 10 എന്ന് എടുത്തിട്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യുമ്പോൾ 0.5 എന്ന് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട? പോയിന്റ് ഇടാൻ നിൽക്കണ്ട. അത്രേ ഉള്ളൂ. നമ്മളത് നേരെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ നോക്കിയേ നമുക്ക് അവിടെ 415 എന്ന് വരും. നമുക്കിവിടെ 84ഉം ഇവിടെ 83 അപ്പൊ നമുക്ക് ഇവിടെ 1 കുറവാ.
അപ്പൊ 1 കുറവാ, അത് 5 വട്ടം എടുക്കുന്നുണ്ട്. അപ്പൊ 1 കുറവാണെങ്കിൽ 5 വട്ടം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്ര വരും? 5 കുറഞ്ഞു വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും 420, ഇവിടെ 415. ഓക്കെ അല്ലേ? അപ്പോൾ ആ 83യുടെ ഹാഫ് എടുക്കുക. 83യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 41.5 ആ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പോയിന്റ് ഇടാൻ നിൽക്കേ വേണ്ട, നേരെ അങ്ങ് 415 അങ്ങ് എഴുതിയാൽ മാത്രം മതി. അത്രേ ഉള്ളൂ ട്രിക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്പേഴ്സിനെ പതുക്കെ പതുക്കെ ഒന്ന് വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എടുക്കാം നമുക്ക്. 577 into 5. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ ഹാഫ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, തെറ്റാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹാഫ് ഒന്ന് എടുക്കാം. അപ്പൊ 2 വട്ടം പോവും, പിന്നെ 17 നമുക്ക് 8, പിന്നെയും 17 നമുക്ക് 8, പിന്നെ 0.5 വരും. പക്ഷെ നമ്മൾ പോയിന്റ് ഇടാതെ തന്നെ ആ 5 അങ്ങ് എഴുതുവാണ്. അപ്പൊ 2885 കഴിഞ്ഞു, ആൻസർ കിട്ടി. അതുപോലെ നമുക്ക് നമ്പറിനെ പിന്നെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. 8423 into 5. പിന്നെ അഗൈൻ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 4 വരും, നമുക്ക് അത് 2 വരും, നമുക്കത് 1 വരും, പിന്നെ 1 വരും, പിന്നെ നമുക്ക് 0.5 വരും. അപ്പൊ 42115. അപ്പൊ നമ്മൾ പകുതി നമ്മൾ എടുക്കണം. 4ന്റെ പകുതി 8ന്റെ പകുതി 4, 4ന്റെ പകുതി 2, 2ന്റെ പകുതി 1, പിന്നെ 3ൽ 2 ഒരു വട്ടം പോകും. അതിനുശേഷം പിന്നെ ഒരു 1 റിമൈൻഡർ വരും. ആ 1നെയാണ് നമ്മൾ പിന്നെ പോയിന്റ് ഇട്ട് 10 ആക്കിയിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോൾ 5 വരുന്നത്, ആ 0.5 വരുന്നത്. അതിന്റെ ആ പോയിന്റ് നമ്മൾ കളയുമ്പോഴത്തേക്കും നമുക്ക് ആ 42115 വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നമ്പർ അഗൈൻ നേരത്തെ ചെയ്തോളൊന്ന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പൊ 51689 into 5. പിന്നെ അതിന്റെ ഹാഫ് ഒന്ന് എടുക്കണം, നോക്കിയെടുക്കാം. 2, അതിനുശേഷം പിന്നെ 5, പിന്നെ 16 എന്ന് പറയുമ്പോൾ 8, 8 എന്ന് പറയുമ്പോൾ 4, പിന്നെ നമുക്ക് ആ 9 എന്ന് പറയുമ്പോൾ വീണ്ടും 4, പിന്നെ നമുക്കൊരു റിമൈൻഡർ 1, അതിൽ നമുക്ക് 5. അപ്പൊ അങ്ങനെ ഈ 258445 നോക്കിയേ, വലിയൊരു ആൻസർ ആണ് നമുക്ക് വരുന്നത്. അത് ഈസി ആയിട്ട് കിട്ടുന്നുമുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഒരു നമ്പർ കൂടി അവസാനം എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7638, എന്തെങ്കിലും റാൻഡം നമ്പർ എടുക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 76384. ഒരെണ്ണം കൂടി എടുക്കാം, 43, 6 ഡിജിറ്റ് എടുക്കാം, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം. 763843 into 5. പിന്നെ നമുക്ക് ഇതിന്റെ ഹാഫ് എടുക്കണം. നമുക്ക് വലിയ നമ്പർ നോക്കിയെടുക്കാം. 3 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ദെൻ നമുക്കവിടെ 15 എന്ന് വരുന്നുണ്ട്. അപ്പൊ 38192115. നോക്കിയാൽ 7 ഡിജിറ്റ് നമ്പറുടെ ആൻസർ ആണ്. നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സംഭവം എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇവിടെ തന്നെ 5യുടെ മൾട്ടിപ്ലിക്കേഷൻ, അത് ഈവന്റെ കേസും ഓഡിന്റെ കേസും ഞാൻ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് പറയാതെ കൺഫ്യൂഷൻ ഒട്ടും വരാതിരിക്കാൻ വേണ്ടി. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, ആദ്യമായിട്ട് കേൾക്കുന്നവർ, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ 5യുടെ മൾട്ടിപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് നല്ലപോലെ ഉപയോഗിക്കുക. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈഡിൽ പോയി വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ എടുത്തെടുത്തങ്ങ് പോയാൽ മാത്രം മതി. നമുക്ക് ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഈ 5യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക്. ഇനി 5 പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ 2 ട്രിക്ക് കൂടി പറയാം. അത് അത്രയും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഒരു നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക്, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 ആണ് നമ്മൾ ഇപ്പം കണ്ടത്. നമുക്ക് ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റിയ ഒരെണ്ണമാണ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 15. നമുക്ക് നോക്കാം. 15 അത്രയും ഫ്രീക്വന്റ് അല്ല, പക്ഷെ അതിന്റെ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് പല വേറെ ചാപ്റ്റേഴ്സിലും ആവശ്യം വരാറുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പെർസെന്റേജിന്റെ ചാപ്റ്ററിലേക്ക് 15% എടുക്കാൻ വേണ്ടി നമ്മൾ ഇതേ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം, 1-2 നമ്പേഴ്സ് വെച്ച്. അത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ നമ്മൾ കളയുന്നില്ല. 84 into 15 എനിക്ക് എടുക്കണം. 84 into 15 എടുക്കാനുള്ള വഴി എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 15 എന്ന് പറഞ്ഞാൽ ശരിക്കും 10 + 5 അല്ലേ? അപ്പൊ 15 എന്ന് പറയുമ്പോൾ ശരിക്കും 10 + 5 ആണെങ്കിൽ നമ്മൾ ഈ 84നെ 10 കൊണ്ടും 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ നടുക്ക് പ്ലസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 84നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ 84നെ 10 കൊണ്ടും ആ 84നെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ പ്ലസ് ചെയ്തങ്ങ് എഴുതിയാൽ പോരെ. ഇനി നമ്മൾ ആ 10 കൊണ്ടും 5 കൊണ്ടും ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ 2 വട്ടം എന്തിനാ ചെയ്യുന്നത്, അതിനേക്കാൾ നല്ല 15 കൊണ്ട് അങ്ങ് സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ ഒരു 0 ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു വലിയ മൾട്ടിപ്ലിക്കേഷൻ അല്ല അത്. പിന്നെ അതിനുശേഷം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ 5യുടെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആക്ച്വലി അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ 10ന്റെ പകുതിയല്ല ഈ 5 എന്ന് പറയുന്നത്. അപ്പൊ 10ന്റെ ഹാഫ് ആണ് 5 എങ്കിൽ നമ്മളിപ്പോ ഈ എഴുതിയേക്കുന്ന 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നതിന്റെ ഹാഫ് ആയിരിക്കും 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 5 കൊണ്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ എഴുതിയതിന്റെ തന്നെ പകുതി എടുത്ത് അതിന്റെ അടിയിലോട്ട് അങ്ങ് എഴുതിയാൽ പോരെ.
അപ്പോൾ നമ്മൾ ആ 84നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 840 എന്ന് വരും. ആ 84നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 420 എന്ന് വരും. പക്ഷെ 5 കൊണ്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ആ 84ന്റെ ഹാഫ് 42 പിന്നെ 0 ആണെന്ന് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക്. പക്ഷെ അതുപോലെ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. മേളിലെ 10ന്റെ ഹാഫ് ആണ് 5. അങ്ങനെയാ ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ കൂടെ ഒരു 0 ഇട്ടിട്ട് അതിന്റെ തന്നെ പകുതി എടുത്ത് താഴേക്ക് അങ്ങ് എഴുതിയാൽ പോരെ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അങ്ങ് ആഡ് ചെയ്താൽ മതി. 10 പ്ലസ് 5 അല്ല. അപ്പൊ ഇത് 10ഉം ഇത് 5ന്റെയും മൾട്ടിപ്ലിക്കേഷൻ രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. 0 4 പ്ലസ് 2 6 8 പ്ലസ് 4 12 1260 നോക്കി ഈസി ആയിട്ട് ആൻസർ വരത്തില്ലേ? അപ്പൊ അത് സൈഡിൽ കൊണ്ടുപോയി 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു അപ്രോച്ച് ആണ്, ഒരു വളരെ ഇമ്പോർട്ടന്റ് അപ്രോച്ച്. വളരെ ഫ്രീക്വന്റ് അല്ല, 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ അത്രയും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നൊന്നല്ല, വളരെ റയർ ആയിട്ട് മാത്രമേ വരാറുള്ളൂ. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അതേപോലെ നമുക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പറഞ്ഞ പോലെ 15% ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2-3 നമ്പറിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ നമ്പറും വലിയ നമ്പറും ആയിട്ടുള്ള നമ്പേഴ്സിൽ നമുക്ക് നമ്പർ നേരത്തെ ചെയ്തുള്ള നമ്പറിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നമുക്കൊന്ന് പെട്ടെന്ന് എടുക്കാം. ഇത്രയും സ്റ്റെപ്പ് എഴുതാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകാം. ഇപ്പൊ 834 ഇൻറ്റു 15 നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഒരുപാട് ആലോചിക്കില്ല, ജസ്റ്റ് ആ 834 എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ തന്നെ പകുതി എടുത്ത് അതിന്റെ താഴേക്ക് എഴുതുക. അതിന്റെ പകുതി എടുത്ത് താഴേക്ക് എഴുതി കഴിഞ്ഞാൽ 4 അതിന് ശേഷം നമുക്ക് 1 7 0 എന്ന് വരും. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക? അങ്ങ് ആഡ് ചെയ്യുക. അങ്ങ് പെട്ടെന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 0 എന്ന് വരും. 7 പ്ലസ് 4 നമുക്ക് 11 എന്ന് വരും. ക്യാരി ഓവർ വന്നാൽ നമുക്കിവിടെ 5 എന്ന് വരും. ആൻഡ് 8 പ്ലസ് 4 നമുക്കിവിടെ 12 എന്ന് വരും. നമുക്ക് 1 2 5 1 0 നോക്കിയേ, ഈസി ആയിട്ട് ആൻസർ വന്നില്ലേ? അത് സൈഡിൽ കൊണ്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും ആൻസർ അത്രയും പെട്ടെന്ന് വരത്തില്ല, നമുക്കും അറിയാം. ഓക്കെ അല്ലേ? ശരി, നമുക്ക് 2 നമ്പറോട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ചുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടി. ഇപ്പൊ 5176 നേരത്തെ 3 ഡിജിറ്റ് എടുത്ത് ഇപ്പൊ നമുക്ക് 4 ഡിജിറ്റ് എടുക്കാം. ഇൻറ്റു 15. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആ നമ്പറിന്റെ കൂടെ ഒരു 0 ഇട്ട് എഴുതാം. 51760. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ പകുതി എടുത്ത് എഴുതാം. അപ്പൊ അതിന്റെ പകുതി എടുത്ത് എഴുതുമ്പോഴത്തേക്കും നമുക്കത് 2 പിന്നെ അതിന് ശേഷം നമുക്ക് 11 എന്ന് പറയുമ്പോൾ 5, നമുക്ക് 17 എന്ന് പറയുമ്പോൾ 8, പിന്നെ നമുക്ക് വീണ്ടും 16 എന്ന് പറയുമ്പോൾ 8 പിന്നെ 0. ഇനി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 6 പ്ലസ് 8 നമുക്കത് 14 4 നമുക്കത് ക്യാരി ഓവർ വരും. പിന്നെ നമുക്കത് 16 വരും. വീണ്ടും ക്യാരി ഓവർ വരും. നമുക്കത് 7 വരും. ആൻഡ് ദെൻ നമുക്ക് 5 പ്ലസ് 2 7 വരും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 77640 കിട്ടുന്നില്ലേ? ഈസി ആയിട്ട് കിട്ടുന്നില്ലേ? വലിയ നമ്പറാണ്. സോ അവിടെ അഗൈൻ കിട്ടാൻ സമയം എടുക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി സൈഡിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും പെട്ടെന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് നമുക്ക് ഒരു നമ്പർ കൂടി ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ നമ്പർ എടുക്കാം. 51980. അവസാനം 0 വരുന്ന നമ്പർ ചെയ്യാം. 51980 ഇൻറ്റു 15. ഓൾറെഡി ഒരു 0 ഉള്ള നമ്പർ വെച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 51980 ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഹാഫ് എടുത്ത് അതിന്റെ താഴേക്ക് എഴുതുക. അതിന്റെ ഹാഫ് എടുത്ത് എഴുതുവാണെങ്കിൽ നമുക്കത് 2 5 9 9 0 0 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്യാം. 0 0 9 പ്ലസ് 8 നമുക്കത് 17 7 ക്യാരി ഓവർ. 9 പ്ലസ് 9 18 പ്ലസ് 1 19 ക്യാരി ഓവർ. 5 പ്ലസ് 1 പ്ലസ് 1 നമുക്കത് 7. വീണ്ടും 5 പ്ലസ് 2 7. നോക്കിയേ, 7 7 9 7 00 7 7 9 7 00. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അതൊരു വലിയ ട്രിക്ക് അല്ല, ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു 5ന്റെ മൾട്ടിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ 5ഉം 15ഉം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു ലാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് 25 കൂടി. 25ഉം നമുക്ക് അത്യാവശ്യം വരുന്നതാണ്. ഇപ്പൊ 5ന്റെ അത്രയും വരാറില്ല, എന്നാൽ 15നേക്കാളും കൂടുതൽ വരാറുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ ആ ഒരു 5ഉം 15ന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പറയുന്നത് 25 നമുക്ക് അത്യാവശ്യം വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമുക്ക് 15നെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും നമുക്ക് ഈ പറയുന്ന 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷെ 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവാണ്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 25. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 25 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 5 എങ്ങനെ ചെയ്തെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം 5ന്റെ സ്ക്വയർ 25 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തു? ആ നമ്പറിന്റെ പകുതി എടുത്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ 25 2 5 അല്ലേ? 5 ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ നമ്പറിന്റെ പകുതി എടുക്കുന്നതിന് പകരം ആ നമ്പറുടെ പകുതിയുടെ പകുതി എടുക്കണം. എന്ന് പറഞ്ഞാൽ ബൈ 2 അല്ല, ബൈ എന്ത് ചെയ്യണം? 4 ചെയ്യണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഒരു 0 ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 0 ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ആ 2 5 ഉണ്ട് ഇവിടെ. സോ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വട്ടം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പകുതിയല്ല, പകുതിയുടെ പകുതി എടുക്കണം. എന്നിട്ട് ഒരു 0 ഇടുന്നതിന് പകരം 2 0 ഇട്ട് കൊടുത്താൽ മതി.
അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 3-4 നമ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം മനസ്സിലാവാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ 84 ഇൻറ്റു 25 ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ 84നെ നമ്മൾ എന്ത് ചെയ്യണം? പകുതിയുടെ പകുതി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കിട്ടുന്നതിന്റെ കൂടെ ഒരു 2 പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. ആ കൺസെപ്റ്റ് എവിടുന്നാ വരുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർലി കാണാൻ പറ്റും. ഈ 25 എന്ന് പറഞ്ഞാലേ 100/4 അല്ലേ? ഇനി അവിടെ നോക്കിക്കേ. ബൈ 4 ഇൻറ്റു 100. അതാണ് ആക്ച്വലി വരുന്നത്. അതാണ് അവിടുന്നാണ് ആ ട്രിക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ നമ്മുടെ ഈ പറയുന്ന 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ 5 എന്ന് പറഞ്ഞാൽ 10/2 ആ. എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ പകുതി എടുത്തിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു 0 ഇട്ട് കൊടുക്കുക. അവിടുന്നാണ് ആക്ച്വലി ആ ഷോർട്ട് കട്ട് വരുന്നത്. അപ്പൊ അത് എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആൻസർ എടുക്കാം. അപ്പൊ 84നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കി ചെയ്യണം. എന്നുള്ള കുറച്ചുകൂടെ വലിയ നമ്പർ ആയതുകൊണ്ട്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിൾ ആണ്. ഇപ്പൊ 21 എന്ന് വരും. പിന്നെ അതിന്റെ ശേഷം എന്ത് ചെയ്യുക? 2 0 ഇട്ട് കൊടുക്കുക. 2100 കഴിഞ്ഞു. ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? വേറെ ഒരു നമ്പർ നമുക്ക് ട്രൈ ചെയ്യാം. 76 ഇൻറ്റു നമുക്ക് 25. ഇപ്പൊ 76നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ഇൻറ്റു 19 ആണ് 76. അല്ലെങ്കിൽ നമ്മൾ ആ 76നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 19 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? 2 പൂജ്യം അങ്ങ് ഇട്ട് കൊടുക്കുക. 1900 കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പൊ ആ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മുടെ 4ന്റെ മൾട്ടിപ്പിളിന്റെ നമ്പേഴ്സ് കൂടിയാണ് വരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് വരും. അല്ല 4ന്റെ മൾട്ടിപ്പിൾ അല്ല വരുന്നെങ്കിൽ നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നെങ്കിൽ അവിടെ നമുക്ക് ഒരു ഡെസിമൽ വരും. അതല്ല നമുക്ക് അത് 2യുടെയും മൾട്ടിപ്പിൾ അല്ല 4യുടെയും മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ 2 ഡെസിമൽ വരും. അപ്പൊ അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഡെസിമൽ വരും എന്ന് പറയുന്ന കാര്യം കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 4 പോകാത്ത എന്നാൽ 2 പോകുന്ന ഒരു നമ്പർ എടുക്കാം. അപ്പൊ നമുക്ക് എന്താ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ ഇത് രണ്ടും 4 പോകുന്ന നമ്പേഴ്സ് ആയിരുന്നു. ഇനി 4 പോകാത്ത 2 പോകുന്ന നമ്പർ എടുക്കാം. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റാൻഡം നമ്പർ 518 എടുക്കാം. ഇൻറ്റു 25. അപ്പൊ നമ്മളിപ്പോ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം? നമുക്ക് അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം പോവും. പിന്നെ 11ൽ നമുക്കത് 2 വട്ടം പോവും. പിന്നെ 38ൽ നമുക്കത് 9 വട്ടം പോവും. പക്ഷേ അതിനുശേഷം എത്ര റിമൈൻഡർ വരുന്നുണ്ട്? 2 റിമൈൻഡർ വരുന്നുണ്ട്. 2 റിമൈൻഡർ വരുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിന്റ് വരും. എന്നിട്ട് 2ല് നമ്മുടെ ഈ പറഞ്ഞ 4 എത്ര വട്ടം പോവും? 5 വട്ടം പോവും. 2ൽ എന്ന് പറഞ്ഞാൽ 20. അപ്പൊ നമുക്കത് ബൈ 4 ചെയ്താൽ എന്ത് വരും? 129.5 എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? അതിന്റെ കൂടെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക. എന്ന് കഴിഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ 129 പിന്നെ ആ 5ഉം ആ പൂജ്യം എഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ ആ 0.5 വരുവാണെങ്കിൽ 0.5 എഴുതണ്ട. ആ പോയിന്റ് എന്നുള്ളത് അങ്ങ് എഴുതാതിരിക്കുക. എന്നിട്ട് ആ 5 എഴുതിയിട്ട് പിന്നെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ അത് എന്തുകൊണ്ടാണ് വന്നത്? അത് 2ൽ പോകുന്ന ഒരു നമ്പർ ആയതുകൊണ്ടാണ് ആ 0.5 വന്നത്. പക്ഷെ ഇനി 2ലും പോകാത്ത ഒരു നമ്പറാണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവസാനം എന്ത് വരും? ഈ പറയുന്ന 2 ഡെസിമൽ വരും. ഒരു ഡെസിമൽ ആയിരിക്കും വരാൻ പോകുന്നത്. 2 ഡെസിമൽ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ 2 വെച്ചുള്ള ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. 8276 ഇൻറ്റു 25. അത് നമുക്ക് 4ലും പോകുന്ന നമ്പറാണ്. ശരി, കുഴപ്പമില്ല. നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഒരു വലിയ നമ്പർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 എന്ന് വരും. പിന്നെ അതിനുശേഷം 0 എന്ന് വരും. പിന്നെ 27ല് നമുക്ക് 6 വട്ടം പോകും. പിന്നെ 36ല് നമുക്ക് 9 വട്ടം പോകും. പിന്നെ എന്ത് ചെയ്യുക? 2 പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 206900 എന്ന് നമുക്ക് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ 2ലും 4ലും പോകാത്ത 2 നമ്പേഴ്സ് എടുക്കാം. അതുകൂടി രണ്ടെണ്ണം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 843 എടുക്കാം. അതിനെ നമുക്ക് 25 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം അത് 2ലും പോകത്തില്ല 4ലും പോകത്തില്ല. അപ്പൊ നമുക്ക് അതൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് 8ല് 4 2 വട്ടം പോവും. 4ല് 4 ഒരു വട്ടം പോവും. പിന്നെ ആ ഒരു 3ല് 4 പോകത്തില്ല. അപ്പൊ നമ്മൾ 0 ഇട്ടിട്ട് ഡെസിമൽ ഇടും. 30 എന്ന് എടുക്കും. 30ല് 4 നമ്മൾ എത്ര വട്ടം പോവും? 7 വട്ടം പോവും. 28 പിന്നെയും ബാക്കി 2 വരും. ആ 2 20 എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ 20ല് നമ്മുടെ 4 എത്ര വട്ടം പോവും? 5 വട്ടം പോവും. ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയേ. ഇപ്പൊ അത് 2ലും പോകുന്നില്ല 4ലും പോകാത്ത നമ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ഡെസിമൽ വന്നു? 2 ഡെസിമൽ വന്നു. തൊട്ട് മേളില് 2ൽ പോകുന്ന നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ഡെസിമൽ വന്നത്. അതിന്റെ തൊട്ട് മേളിൽ നമുക്കത് കംപ്ലീറ്റ്ലി 4ൽ പോകുന്ന നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഡെസിമൽ ഒന്നും വരാതിരുന്നത്. മനസ്സിലായല്ലേ? ഇപ്പൊ 4ൽ പോകുന്ന നമ്പർ ആണെങ്കിൽ ഡെസിമൽ വരത്തില്ല. 2ൽ പോകുന്ന നമ്പർ ആണെങ്കിൽ ഒരു ഡെസിമൽ വരും. അതല്ല നമുക്ക് 2ലും പോകാത്ത നമ്പർ ആണെങ്കിൽ നമുക്ക് എത്ര ഡെസിമൽ വരും? 2 ഡെസിമൽ വരും. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മാത്രം മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഇപ്പൊ ഇൻറ്റു 100 ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ആ 2 ഡെസിമൽ അങ്ങ് പോകത്തില്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 ഡെസിമൽ എഴുതാതെ അങ്ങ് ഇരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ ആ ഡെസിമൽ എഴുതാതെ നേരെ അങ്ങ് 75 അങ്ങ് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ ഇൻറ്റു 100 നമ്മൾ എഴുതാൻ നിൽക്കുകയും ചെയ്യല്. ആ ഡെസിമൽ എഴുതണ്ട. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാം. ജസ്റ്റ് ലാസ്റ്റ് വൺ. ഇപ്പൊ ഒരു 4 ഡിജിറ്റ് നമ്പർ എടുക്കാം. 2117 ഇൻറ്റു 25. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഡെസിമൽ എഴുതാതെ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 21ല് 4 നമുക്ക് 5 വട്ടം പോവും. പിന്നെ 11ല് നമുക്ക് 2 വട്ടം പോവും. പിന്നെ 39ല് നമുക്ക് 9 വട്ടം പോവും.
പിന്നെ അതിനുശേഷം 37 നമുക്കത് 9 വട്ടം പോകും. പിന്നെ അതിനുശേഷം നമുക്ക് 10 വരും. 10 നമുക്കത് 0.2 എന്നാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ആ പോയിന്റ് ഇടുന്നില്ല, 2 വട്ടം പോകും. അതിനുശേഷം പിന്നെ ആ ഒരു സോറി 0.1 വരും. ആ 0.1 എന്ന് പറഞ്ഞാൽ 10ൽ 2 വട്ടം പോകും. പിന്നെ ഒരു 2 റിമൈൻഡർ വരും. ആ 2ൽ നമുക്ക് ആ 4 എത്ര വട്ടം പോകും? നമുക്ക് 20 എന്ന് എടുക്കുമ്പോൾ 5 വട്ടം പോകും. നോക്കിയേ, ആൻസർ 52925 എന്ന് വരും. ആക്ച്വലി ശരിക്കും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പറിനെ നമ്മൾ ഈ പറഞ്ഞ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 529.25 എന്ന് വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അതിനെ 100 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ നമ്പറിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 25യുടെ മൾട്ടിപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. പക്ഷെ നമുക്കത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ല. പിന്നെ പലരും അതിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 2 വട്ടം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വട്ടം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഒന്നുകൂടി 5യുടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 5യുടെ ഷോർട്ട് കട്ടിനെ 2 വട്ടം യൂസ് ചെയ്യും. അപ്പോൾ 2 വട്ടം യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ സെയിം ആൻസർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. 2 വട്ടം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും, എഴുതുന്നതും കുറച്ച് കൂടും. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നമ്മൾ ഈ സെഷനിൽ പറഞ്ഞ ട്രിക്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു സെഷനിൽ 4 ഷോർട്ട് കട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ, 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 15 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 4 എണ്ണമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ 4 എണ്ണവും നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ ഉപയോഗിക്കുക. ഇനി നിങ്ങളുടെ കാൽക്കുലേഷനിലേക്ക് മാക്സിമം ഈ സൈഡിൽ പോയുള്ള റഫ് വർക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എവിടെയാണ് നിങ്ങൾ റഫ് വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ ചെയ്യാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ പ്രൈമറി റഫ് വർക്ക്, നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റഫ് വർക്ക്, ആ റഫ് വർക്ക് മാത്രം ചെയ്യുക. ആ റഫ് വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെക്കൻഡറി റഫ് വർക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്കറിയാം വിദ്യാരംഭമാണ്. സോ അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചസും നമുക്ക് ഈ ഒരു സമയത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പം പഠിച്ച് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ SSCയും ബാങ്കും റെയിൽവേക്കും ഒക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ തന്നെ നമുക്ക് സ്പെഷ്യൽ ബാച്ചസ് വരുന്നുണ്ട് വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട്. അപ്പം എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ ഈ ഒരു സമയത്ത് വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങുന്ന ബാച്ചസ് ആയതുകൊണ്ട് അവിടെ നമുക്ക് വരുന്ന ചില സ്പെഷ്യൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്സസ് അവിടെ ഉണ്ടായിരിക്കും, പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും ക്ലാസ്സസിന് വേണ്ടി. ഓരോ ദിവസം എന്തൊക്കെ ടോപ്പിക്കാണ്, എത്ര ക്ലാസ്സസ് ആണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കണ്ടാൽ മതി. അപ്പോൾ ലൈക്ക് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണെങ്കിലോ, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരോ, അല്ലെങ്കിൽ ഈവൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും അവിടെ ക്ലാസ്സസ് എഫക്റ്റ് ആവാതെ അവർക്ക് സമയമുള്ള അനുസരിച്ച് അവർ ആ റെക്കോർഡ് ക്ലാസ്സസ് കണ്ടാൽ മതി. എന്നിട്ട് പിന്നെ അതേ റെക്കോർഡ് ക്ലാസ്സസിന് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സസ് കാണും. ആ ലൈവ് ക്ലാസ്സസും ഈ പറഞ്ഞ വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും കോളേജിൽ പഠിക്കുന്നവർക്ക് പോലും നിങ്ങൾക്ക് അത് എന്താ പറയാ മിസ് ആവാതെ കാണാൻ പറ്റും. എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത് ഈവനിങ് ടൈമാണ് പോകുന്നത്. അപ്പൊ ആ ഈവനിങ് ടൈം പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വർക്കോ അല്ലെങ്കിൽ കോളേജോ എഫക്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ലൈവ് ക്ലാസ്സസിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ലൈക്ക് മോക്ക് ടെസ്റ്റുകൾ, ക്വിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഡിസ്കഷൻ സെഷൻസ്, കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ സെഷൻസ്. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിനെ ആപ്പിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി AI സപ്പോർട്ട് ഉണ്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയൊക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും വരുന്നുണ്ട്. അപ്പം എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച്, നമ്മുടെ ഈ ഒരു ബാങ്ക്, SSC, റെയിൽവേ എക്സാംസ് വേണ്ടിയുള്ള ബാച്ചസിൽ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ ഒരു സമയത്ത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചസിനൊക്കെ നിങ്ങൾക്കറിയാം ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഓൺലൈൻ ബാച്ചസ് ആകുമ്പോൾ ആയാലും ഏതൊരു ബാച്ചിനായാലും ഒരു വാലിഡിറ്റി കാണും. മോസ്റ്റ്ലി ഓൺലൈൻ ബാച്ചസിന്റെ ഒക്കെ വാലിഡിറ്റി നമുക്ക് ഈ പറയുന്ന 1 ഇയറിന്റെ വാലിഡിറ്റി ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു 1 ഇയറിന്റെ വാലിഡിറ്റി കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു ബാച്ചസിൽ നിങ്ങൾ ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ 85% നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ട് ലൈവ് ക്ലാസ്സസിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ, ലൈക്ക് നമ്മുടെ ഈ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ, ക്വിസുകളായാലും ശരി, മോക്ക് ടെസ്റ്റുകളായാലും ശരി, അല്ലാതെ ടാസ്കുകൾ, അതൊക്കെ ഒരു 85% കംപ്ലീഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, എന്ന് പറഞ്ഞാൽ 85% അറ്റൻഡൻസ് റേറ്റും 85% ടാസ്ക് കംപ്ലീഷനും ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് 85% ഈ പറഞ്ഞ അറ്റൻഡൻസും ഈ പറഞ്ഞ ക്ലാസ്സസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും അവർ. ആൻഡ് ഈ ടാസ്ക് കംപ്ലീഷൻ ഉണ്ടായിരിക്കും. ആൻഡ് അങ്ങനെയുള്ളവർക്ക്
ഈ ഒരു ബാച്ച് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് 1 ഇയർ കൂടി എക്സ്ട്രാ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി 1 ഇയർ അല്ല, എക്സ്റ്റൻഡഡ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു 2 വർഷം വാലിഡിറ്റി എന്ന് നിങ്ങൾക്ക് അവിടെ വരും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ പഠിച്ചു തുടങ്ങി, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പൊ ഇത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ വരുന്ന എക്സാംസ് ഒക്കെ നല്ലപോലെ എഴുതാം. ആൻഡ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് നല്ലപോലെ എഴുതി ഏതെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വട്ടം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല പോസ്റ്റ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ, ഇപ്പൊ നിങ്ങൾ CHSL ആണ് ക്ലിയർ ചെയ്തത്, നിങ്ങൾക്ക് CGL വേണം, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിന്റെ ക്ലർക്കാണ് ക്ലിയർ ചെയ്തത്, നിങ്ങൾക്ക് PO വേണം, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കോഴ്സോ പുതിയൊരു ബാച്ചിലേക്കോ ജോയിൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾ ഈ ആദ്യത്തെ എക്സാം ക്ലിയർ ചെയ്ത് അടുത്ത വർഷം നിങ്ങൾക്ക് വേറെ ഒരു ബെറ്റർ എക്സാം നല്ലപോലെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഈ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ ഒരു ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെ, അപ്പോൾ ഒരു 2 ഇയർ വാലിഡിറ്റി ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ജോലി കിട്ടി പോയി കഴിഞ്ഞാലും പിന്നെയും ഈ 2 ഇയർ കഴിഞ്ഞിട്ടായാലും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് PDF ഒക്കെ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ലൈഫ് ടൈം ആക്സസ് പോലെ ഒരു ഇതാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി, നിങ്ങൾക്ക് ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, വരുന്ന എക്സാംസിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ഫ്യൂച്ചറിലായാലും ഈ പറഞ്ഞ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ അത് നിങ്ങൾക്കോ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കോ അതും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, മിസ്സാക്കരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഒരു നല്ല സ്റ്റാർട്ടാണ് ഈ ഒരു സമയം. ആൻഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫേഴ്സിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ബാങ്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി അതുപോലെ 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. SSC റെയിൽവേ ബാച്ച് എക്സാംസിനെ കുറിച്ച് അറിയാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കമന്റ് സെഷൻസിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെഷനിലും ചെക്ക് ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തീർന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ആ ഷോർട്ട് കട്ട്സ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും റിമൈനിങ് ഷോർട്ട് കട്ട്സും ട്രിക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. അതിന് മുമ്പുള്ള സെഷൻസ് കാണാത്തവർ ഉറപ്പായിട്ടും ആ സെഷൻസ് ഒക്കെ തന്നെ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് കാണുക. ആൻഡ് ഇനി മുമ്പുള്ള സെഷൻസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയും അതുപോലെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ഇപ്പം ഇങ്ങനത്തെ സെഷൻസ് മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ആവാതിരിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇനി ബാക്കി റിമൈനിങ് ഇമ്പോർട്ടൻറ്റ് ട്രിക്സുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.